ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ഒരു അടിപൊളി പാർട്ടി വെയർ പേഴ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 10 രൂപയുടെ മുളകിൻ്റെ പാക്കറ്റ് ഒക്കെ തൂക്കിയിടുന്ന ഒരു കനം കുറഞ്ഞ കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ഒരു കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ മുകളിലത്തെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. ഇതുപോലെ ഇതൊരു കോട്ടൺ സിൽക്കിൻ്റെ കട്ട് പീസ് തുണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്ലോത്ത് എടുക്കുക. ഇനി ഇതൊരു നെറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വുഡ് ഫില്ലിൻ്റെ ഒരു ഗ്ലൂ എടുത്തിട്ടുണ്ട്. അതുപോലെ പേഴ്സിൽ ഒട്ടിക്കാനായിട്ട് ഒരു സ്റ്റിക്കറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച മുളകിൻ്റെ പാക്കറ്റ് തൂക്കിയിടുന്ന അതൊക്കെ നമ്മുടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നതാണ്. അതിനാൽ അവർക്ക് ഒരു താങ്ക്സ് പറയുകയാണ്. അപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ കവറിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എടുത്തിട്ടുള്ള കനം കുറഞ്ഞ ആ കാർഡ്ബോർഡ് പീസ് നമ്മളൊന്ന് മടക്കിയെടുക്കണം. അതായത് ഇതിനകത്ത് വെക്കുന്ന ആ മൊബൈൽ ഫോണിൻ്റെ കവറ് അതെങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ വെച്ചിരിക്കുന്ന കനം കുറഞ്ഞ കാർഡ്ബോർഡ് പേപ്പർ അതിൻ്റെ മുകൾ ഭാഗവും താഴെ ഭാഗവും ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഏകദേശം ഇതുപോലെയാണ് ഇത് ഇരിക്കുന്നത്. മുകളും താഴെയൊന്നും മടക്കി കൊടുത്താൽ മതി. സ്കെയിൽ വെച്ചിട്ടിങ്ങനെ മടക്കി കൊടുത്താൽ മതിയാവും. ഇത് കറക്റ്റായിട്ട് അതിൽ ഇരുന്നോളും. ഇനി നമ്മൾ ആദ്യം എടുത്ത ക്ലോത്ത് ഈ ചെറിയ കാർഡ്ബോർഡ് പെട്ടിയിൽ ഒട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഈ ഗ്ലൂ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം ഇതിന് വളരെയധികം സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്മെല്ലാണ്. ഇത് ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എനിക്കത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളിത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. പറ്റിയാൽ ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട് വേണം ഇതെടുക്കാനായിട്ട്. കൈ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു കത്രിക വെച്ചാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ അകവും അതിൻ്റെ പുറവും നമ്മൾ ഭംഗിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് ഒട്ടിക്കുന്ന നിങ്ങളെ കാണിച്ചില്ല. കാര്യം ഈ ഗ്ലൂ നമുക്ക് വെച്ചിട്ട് എനിക്കത് അലർജി ആയതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് നിങ്ങൾ മുന്നിൽ ചെയ്ത് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഇത് ഒട്ടിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം എടുത്ത ആ കാർഡ്ബോർഡിൻ്റെ പേപ്പറിൽ നമ്മൾ 2 സൈഡ് പോലെ തന്നെ തുണി ഒട്ടിച്ച് കൊടുക്കണം. നമുക്കിനി അകം കൂടി ഒന്ന് ഒട്ടിക്കാം. പുറം ഭാഗമെല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വളരെ സൂക്ഷിച്ച് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ പേഴ്സ് എങ്ങനെയുള്ളതാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ഒട്ടിച്ചെടുത്ത ആ കാർഡ്ബോർഡ് പെട്ടിയുടെ ആ പീസ് നമ്മൾ അകത്തൊട്ടിച്ച് കൊടുക്കണം. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അത് എങ്ങനെയുള്ള പേഴ്സാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടി കാണും. അപ്പോൾ അതനുസരിച്ച് അകത്തൊന്ന് തിരിച്ച് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഇനി ഇതുപോലത്തെ സ്റ്റിക്കർ നമുക്ക് മുകളിലും താഴെ ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ പശ വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം. മാസ്ക് തന്നെ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എനിക്കിത് വളരെ പ്രശ്നമായിട്ടുണ്ട്. ഇത്
താഴെ ഭാഗത്തോടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുള്ള ക്ലോത്ത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലിരുന്നൊരു ക്ലോത്ത് ഉപയോഗിച്ചതേ ഉള്ളൂ. കളർഫുള്ളായിട്ടുള്ള ക്ലോത്ത് ചെയ്താൽ, ഇല്ലെങ്കിൽ വെൽവെറ്റിൻ്റെ ക്ലോത്ത് ആണെങ്കിലും വളരെ നന്നാവും. അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ വർക്ക്. ഇതധികം ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്. ഇതുപോലെയുള്ള കട്ടിയുള്ള കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ പെട്ടിയുടെ ഒരു പകുതി ഭാഗം ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇതുപോലുള്ള പേഴ്സുകൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാനൊരു വലിയ മോട്ടീഫ് എടുക്കുകയാണ്. എൻ്റെ കയ്യിലൊരു അത്യാവശ്യം വലിയൊരു മോട്ടീഫ് ഇരുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇതിലോട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ മോട്ടീഫ് ഉള്ളവർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്തെങ്കിലും പൂക്കളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയ പൂക്കളോ ഒക്കെ ഉണ്ടാക്കാം. ഇതുപോലെ ഒട്ടിച്ച് വെച്ചാൽ മതിയാവും. അല്ലെങ്കിൽ മിററോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുത്തേക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളൊരു പാർട്ടി വെയർ പേഴ്സാണ് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യാം. അത്യാവശ്യമുള്ള കാർഡുകളും കാര്യങ്ങളൊക്കെ നമുക്കിതിലിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള തുണി പീസ് കൊണ്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വർക്കൊക്കെ കാണാത്തവരെല്ലാം ഒന്ന് കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു ക്രാഫ്റ്റുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.